നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണല്ലേ. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയും തൃപ്രയാർ ഏകാദശിയും. ഈ മാസത്തിൽ തന്നെ മുൻപത്തെ ഏകാദശി തൃപ്രയാർ ഏകാദശിയായിരുന്നു. ഇപ്പോൾ ഗുരുവായൂർ ഏകാദശി ഇന്ന്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഗുരുവായൂർ ഏകാദശിക്ക് പോയത് ഞാൻ ഓർക്കുകയാണ്. നല്ല സന്തോഷമായിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് ചാമ്പകഞ്ഞൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞാനും രാജേട്ടനും ശിവേട്ടനും ശ്യാമളയും കൂടിയിട്ട് ഗുരുവായൂർ ഏകാദശിക്ക് പോയത്. ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഒരു വൈകുണ്ഠം തന്നെയാണ് കേട്ടോ. അത് കാണേണ്ടത് തന്നെയാണ്, പ്രത്യേകിച്ചും ഈ സമയത്ത്. എത്ര ജനങ്ങളാ! 1000 അല്ല 10,000 അല്ല, ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഒഴുക്കാണ് അവിടെ ഗുരുവായൂർ ഭഗവാനെ കാണാനായിട്ട്. പിന്നെ ഇന്ന് ഭഗവാൻ കൂടുതൽ സമയവും പുറത്താണ് ഇരിക്കുക. അതായത് കൊടിമരത്തിൻ്റെ അടുത്ത പഴുക്കാമണ്ഡപത്തിലായിരിക്കും ഭഗവാന്റെ ഇന്നത്തെ ഇരിപ്പ്. അപ്പോൾ അധികം നമ്മൾ ഉള്ളിൽ പോയി തൊഴാനായിട്ട് തിരക്ക് കൂട്ടണ്ട. ഇന്ന് രാവിലെ പോയാൽ അതിരാവിലെ പോയി ഉള്ളിൽ കടന്ന് പഴുക്കാമണ്ഡപത്തിൽ ഇരിക്കുന്ന ഗുരുവായൂരപ്പനെ തൊഴുത് പുറത്ത് വന്ന് ആ കാഴ്ചകളൊക്കെ കൊണ്ട് കണ്ടുപോരാം. മുഴുവൻ നിന്നാൽ ഇന്ന് സംഗീത സാന്ദ്രമായിട്ടുള്ള ആ അന്തരീക്ഷത്തിൽ, ഭക്തി സാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷത്തിൽ, ജനസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നമുക്ക് കുറേ നേരം എൻജോയ് ചെയ്യാം, ലയിക്കാം അങ്ങോട്ട് നമുക്ക്. ഇന്ന് രാവിലെ രാജേട്ടൻ്റെ അനിയത്തി കുശലിയും അവരുടെ കുറേ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് രാവിലെ നേരത്തെ 4 മണിക്ക് പോയത്രേ. 4 മണിക്ക് പോയി അവിടെ എത്തിയപ്പോൾ ഒരു 5 മണിയായി. സുഖമായിട്ട് തൊഴുത്, തിരക്ക് കുറവാണ്, രാവിലെ അല്ലേ, അപ്പോൾ തിരക്ക് കുറവാണ്, സുഖമായിട്ട് തൊഴുതു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് 2-3-4 വീഡിയോസൊക്കെ അയച്ചു തന്നു സന്തോഷമായിട്ട് ചേട്ടത്തിക്ക് വേണ്ടിയിട്ടേ. അപ്പം ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഭഗവാനെ തൊഴാം. പിന്നെ അനുവിൻ്റെ ചേച്ചിയുടെ മകൻ വൈശാഖിൻ്റെ ഉണ്ണിക്കുട്ടെന്ന് വിളിക്കും ഞങ്ങൾ. അവൻ്റെ നല്ല പാട്ട് കച്ചേരി ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. അതും നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ വർഷത്തെ ഏകാദശിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഗംഭീരമായ ഏകാദശിയുടെ വീഡിയോ നിങ്ങൾക്ക് കാണാം. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ, അതിൻ്റെ ലിങ്ക്. ഇപ്പം ഇന്ന് ഗുരുവായൂർ ഏകാദശിക്ക് നമുക്ക് അതെങ്കിലും കണ്ട് സായുജ്യം അടയാമെന്ന് ഞാൻ വിചാരിക്കണം. ഭഗവാൻ ഗുരുവായൂരപ്പൻ എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ.
വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി കടാക്ഷി പൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി കടാക്ഷി പൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി കടാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി കടാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി ഉന്നത